ഒരു കുഞ്ഞു ഗ്രാമം, അവിടെ കുറേ മനുഷ്യരും അവരുടെ പരദൂഷണങ്ങളും അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു സിനിമ. പണ്ട് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളെന്ന് പറയുന്ന സിനിമ വന്നിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാരുടെ, ആ ഗ്രാമത്തിലുള്ള കുറേ ആൾക്കാരുടെ കഥയും അവിടുത്തെ കുറേ വിശേഷങ്ങളും ഒക്കെയായിട്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞു പോയിട്ടുള്ളൊരു സിനിമയായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. മലയാളികൾ വളരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു സിനിമ കൂടിയായിരുന്നു അത്. എന്നാൽ അത്തരത്തിലുള്ളൊരു കുഞ്ഞു സിനിമ ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ വന്നിട്ടുണ്ട്. വിനയ് ഫോർട്ടും ലുക്മാനും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന പെരുമാനി എന്ന സിനിമ ഇപ്പം OTTയിലും സ്ട്രീം ചെയ്യുന്നുണ്ട്. ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റായ സാരത്തിലേക്ക് പോകാം. പണ്ടുള്ള സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു നാട്ടിൽ, ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ, അവിടെ ഒരു പെരുമാനി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ അവിടെ ഒരു ചായക്കടയുണ്ട്. എന്നാൽ ഈ ചായക്കടയിലേക്ക് ആരും വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? കാരണം അവിടെ പറയാനുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പരദൂഷണം പറയാനോ ആരുടെയെങ്കിലും കുറ്റങ്ങൾ പറയാനോ ഒന്നുമില്ല. എല്ലാം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം. അപ്പം ആ ഗ്രാമത്തിൽ ചായക്കട നടത്തുന്ന ആൾക്ക് വലിയ കാര്യമായിട്ടുള്ള കച്ചവടമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവിടെ ഒരു കച്ചവടം ഉണ്ടാക്കാനും ആൾക്കാരെ ആ ഒരു ഗ്രാമത്തിൻ്റെ ചായക്കടയിൽ വന്നിരുന്ന് പരദൂഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കച്ചവടം നടക്കുമെന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ കുസൃതി അവർ ഒപ്പിക്കുന്നു. എന്നാൽ ഈ ഒരു ചെറിയ കുസൃതി ആ നാട്ടിലുണ്ടാക്കുന്ന കോലാഹലങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇതാണ് പെരുമാനി എന്ന് പറയുന്ന സിനിമയിൽ, പെരുമാനി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആൾക്കാരുടെ കഥ പറയുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ലുക്മാൻ അവറാൻ, വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ, ദീപ തോമസ്, പിന്നെ നവാസ് വള്ളിക്കുന്ന്, അങ്ങനെ കുറച്ച് അത്യാവശ്യം അറിയാവുന്ന മുഖങ്ങളും പിന്നെ കുറേ അറിയാത്ത, നമ്മളധികം കണ്ടിട്ടില്ലാത്ത നാടകങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു സിനിമയാണ്. വലിയ കാര്യമായിട്ടുള്ള ഒരുപാട് ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ വളരെ ഒരു മനോഹരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന, വളരെ ഡിഫറെൻറ്റ് കളർ ടോണിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. അപ്പം ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന വിനയ് ഫോർട്ടാണ്. നാസർ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ടാണ് വിനയ് ഫോർട്ട് വന്നിരിക്കുന്നത്. കിടിലൻ അഭിനയമാണ്. പുള്ളി അടുത്ത കാലത്തായിട്ട് ഒരുപാട് സിനിമകളിൽ പുള്ളി പല വേഷപ്പകർച്ചയിലും ഒക്കെ വന്ന് നമ്മളെ ഞെട്ടിക്കാറുണ്ട്. അത്തരത്തിൽ വളരെ മനോഹരമായിട്ട്, വളരെ നാച്ചുറലായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് വേണ്ടുന്ന മീറ്റർ പിടിച്ച് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ വിനയ് ഫോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പാവത്താനായ അബി എന്ന് പറയുന്ന ഒരു പാവത്താനായ ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ ലുക്മാൻ വന്നിരിക്കുന്നത്. പിന്നെ ദീപ തോമസും ഒരു നല്ല രസമാണ്. നാട്ടിൻപുറത്തെ ശൈലിയാണ് സിനിമയിൽ മൊത്തം നമുക്ക് കാണിക്കുന്നത്. പിന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവിടുത്തെ ഒരു മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് സണ്ണി വെയിനും പെർഫോം ചെയ്തിട്ടുണ്ട്. നവാസ് വള്ളിക്കുന്നിൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. പുള്ളി അടിപൊളിയാണ്. പുള്ളി കാരണമാണ് കുറേ പ്രശ്നങ്ങളും അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുള്ളി പടത്തിലുണ്ടാകുന്നത്. ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നിരിക്കുന്നത് വിനയ് ഫോർട്ടാണ്. ആസ് യൂഷ്വൽ വിനയ് ഫോർട്ട് കിട്ടലുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചില സീൻസ് ഉണ്ട് നമ്മുടെ ചില സീൻസ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മജു ആണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നതും മജു തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫിറോസ് താരനിലാണ്. ഇതിൻ്റെ വിഷ്വലൈസേഷൻ വളരെ നല്ല രസമാണ്. കാരണം ഇതിന് പ്രത്യേക കളർ ടോണിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അത് തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ മനോഹരമായിട്ടൊരു ഡിഫറെൻറ്റ് കളർ ടോണാണ് ഈ ഒരു സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ് കേട്ടോ. നല്ല ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി കിടിലമാണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു നാട്ടിൻപുറത്തെ ഒരു വിഷ്വൽസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് എടുത്തു വെച്ചത്. ഇതൊരു ഒരു മുത്തശ്ശി കഥ പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുഞ്ഞു കഥ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ താരത്തിന് ഒരു കഥ പറഞ്ഞു തരുന്നത്, നാട്ടിൻപുറത്തെ കഥ പറഞ്ഞു തരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കഥ ഫുള്ളായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെയാണ് പോകുന്നത്. കുറച്ച് ഫാൻറ്റസി എലമെൻസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസവും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ് ഈ ഒരു പെരുമാനി എന്ന് പറയുന്ന സിനിമയുടേത്.
പിന്നെ ആക്ഷൻ സീക്വൻസുകളൊന്നും കാര്യമായിട്ടില്ല, പക്ഷേ പാട്ടുകളും എനിക്ക് തോന്നുന്നു അധികം പാട്ടായിട്ടില്ല. പക്ഷേ ഇതിലെ സിറ്റുവേഷൻസൊക്കെ വളരെ നല്ല രീതിയിൽ ഒരു സറ്റയർ പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ എടുത്തിട്ടുണ്ട്. അതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തിയേറ്ററുകളിൽ വന്നിട്ട് അധികം കാര്യമായ ചലനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ പോയൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അടുത്ത കാലത്ത് ചില സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ ഭരതനാട്യം, അത് അങ്ങനെയുള്ള 1-2 കുഞ്ഞു സിനിമകൾ, അഭിലാഷം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തിയേറ്ററുകളിൽ വലിയ കാര്യമായിട്ട് ഹിറ്റ് അടിച്ചില്ലെങ്കിലും OTTയിൽ വന്നിട്ട് അത്യാവശ്യം നല്ല പ്രേക്ഷക പിന്തുണ നേടിയ സിനിമകളാണ്. ഈ പെരുമാനി എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഫേസ്ബുക്കിലോ അവിടെ ഇവിടെ എങ്ങും ഞാൻ ഇതിനെക്കുറിച്ചൊരു സംസാരമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷനോ കാര്യങ്ങളോ എങ്ങും ഞാൻ കണ്ടില്ല. പക്ഷേ വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചൊരു കുഞ്ഞു കുടുംബ ചിത്രമാണ്. ഫാമിലിയോടൊപ്പം ഇരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടിപൊളിയൊരു സിനിമ തന്നെയാണ് പെരുമാനി. ഒരു തവണ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ, നിങ്ങൾ ഒരിക്കലും ബോറടിക്കില്ല. ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ബോറടി ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു സിനിമ തന്നെയാണ് ഈ ഒരു പെരുമാനി എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ OTTയിൽ കാണുക. OTTയിൽ സിനിമ കണ്ടതിന് ശേഷം, അത് ആമസോൺ പ്രൈമിൽ ഈ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.